വെൽക്കം ടു ലേണിനോ. ജ്യാമിതീയ രൂപങ്ങളിലെ കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, 12 സെന്റിമീറ്റർ നീളവും 9 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിനുള്ളിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഏറ്റവും വലിയ സമചതുരത്തിന്റെ വിസ്തീർണം എത്ര? ഈ ചതുരത്തിന്റെ വീതിയാണ് സമചതുരത്തിന്റെ ഒരു വശമായിട്ട് വരിക. ഈ ചതുരത്തിനുള്ളിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന സമചതുരം. ഈ സമചതുരത്തിന്റെ ഒരു വശം ചതുരത്തിന്റെ വീതി. ഇവിടെ ചതുരത്തിന്റെ വീതി 9 ആണ്. അപ്പൊ സമചതുരത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് 9 സ്ക്വയർ സമം 81 സെന്റിമീറ്റർ സ്ക്വയർ. അതായത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഒരു സമചതുരത്തിന്റെ വികർണം വശമാക്കി വരച്ച സമചതുരത്തിന്റെ വിസ്തീർണം 1250 സെന്റിമീറ്റർ സ്ക്വയർ ആയാൽ ആദ്യ സമചതുരത്തിന്റെ വിസ്തീർണം എത്ര? അപ്പൊ ഇവിടെ സമചതുരത്തിന്റെ വികർണം വശമാക്കി മറ്റൊരു സമചതുരം വരച്ചിട്ടുണ്ട്. അപ്പൊ സമചതുരത്തിന്റെ വികർണം ഡി ആണെങ്കിൽ അതാണ് ആ വലിയ സമചതുരത്തിന്റെ ഒരു വശമായിട്ട് വരിക. അതിന്റെ വിസ്തീർണം ഡി സ്ക്വയർ സമം 1250 എന്ന് തന്നിട്ടുണ്ട്. ഈ ചെറിയ സമചതുരത്തിന്റെ വിസ്തീർണം ഒരു വികർണാണ് തന്നിട്ടുള്ളത് എങ്കിൽ അര ഡി സ്ക്വയർ ആണ് വിസ്തീർണമായിട്ട് വരിക. അപ്പൊ ഡി സ്ക്വയറിന്റെ പകുതി 625 എന്ന് കിട്ടും. ഇത് തന്നെ മറ്റൊരു രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ് ഇവിടെ. അതായത് വികർണം വശമാക്കി വരച്ച സമചതുരത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് 2 സ്ക്വയർ ആണ്. ആദ്യത്തെ സമചതുരത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് എ സ്ക്വയർ ആണ്. അപ്പൊ എ സ്ക്വയർ എന്ന് പറയുന്നത് 1250/2 625. അതായത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, 36 സെന്റിമീറ്റർ വശമുള്ള ഒരു സമചതുരത്തിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ വൃത്തത്തിന്റെ ആരം എത്ര? ഈ വൃത്തത്തിന്റെ വ്യാസം സമചതുരത്തിന്റെ ഒരു വശം ആയിരിക്കും. അപ്പൊ വൃത്തത്തിന്റെ ആരം സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ പകുതിയായിരിക്കും. അപ്പൊ ഒരു വശം എന്ന് പറയുന്നത് 36 സെന്റിമീറ്റർ ആണ്. അതിന്റെ പകുതിയാണ് ആരം. അതായത് 18 സെന്റിമീറ്റർ ആണ് ആരമായിട്ട് വരിക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഒരു സമചതുരത്തിന്റെ വശങ്ങൾ ഇരട്ടിയായാൽ ചുറ്റളവ് എത്ര ഇരട്ടിയാവും? സമചതുരത്തിന്റെ ഒരു വശം എ, അപ്പൊ ചുറ്റളവ് 4a. ഒരു വശം 2a ആയാൽ, അതായത് 2 മടങ്ങായാൽ ചുറ്റളവ് എന്ന് പറയുന്നത് 4 × 2a 8a ആവും. അതായത് ചുറ്റളവ് 2 ഇരട്ടിയാവും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഒരു ചതുരത്തിന്റെ നീളം 4 മടങ്ങും വീതി 3 മടങ്ങുമായി വർദ്ധിച്ചാൽ അതിന്റെ പരപ്പളവ് എത്ര മടങ്ങായി വർദ്ധിക്കും? ഇവിടെ ചതുരത്തിന്റെ നീളം എ മടങ്ങും വീതി ബി മടങ്ങും വർദ്ധിച്ചാൽ വിസ്തീർണം എ × ബി മടങ്ങ് വർദ്ധിക്കും. അതായത് ഇവിടെ നീളം 4 മടങ്ങും വീതി 3 മടങ്ങും വർദ്ധിച്ചാൽ 4 × 3 12 മടങ്ങ് വർദ്ധിക്കും. അതായത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ചതുരാകൃതിയിലുള്ള ഒരു കളിസ്ഥലത്തിന്റെ നീളം 40 മീറ്റർ വീതി 30 മീറ്റർ ആയാൽ ചുറ്റളവ് എത്ര മീറ്റർ? അതായത് ചുറ്റളവ് എന്ന് പറയുന്നത് 2 × നീളം പ്ലസ് വീതിയാണ്. ഇപ്പൊ 2 × 40 + 30 സമം 40 30 70 70 × 2 140. അതായത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ചതുരാകൃതിയിലുള്ള ഒരു കളിസ്ഥലത്തിന്റെ നീളം 60 മീറ്റർ വീതി 15 മീറ്റർ ആയാൽ വിസ്തീർണം എത്ര? ചതുരാകൃതിയാണ്. അപ്പൊ വിസ്തീർണം നീളം × വീതിയാണ്. 60 × 15 സമം 900. ഇതിലെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ചതുരാകൃതിയിലുള്ള ഒരു കുളത്തിന്റെ നീളം 15 മീറ്റർ വീതി 8 മീറ്റർ
ആയാൽ കുളത്തിന് കുറുകെ കെട്ടാൻ കഴിയുന്ന ഏറ്റവും വലിയ കയറിന്റെ നീളം എത്രയായിരിക്കും? ഇവിടെ കുളത്തിന് കുറുകെ കെട്ടുക എന്ന് പറഞ്ഞാൽ അതിന്റെ വികർണാണ് ഉദ്ദേശിക്കുന്നത്. വികർണം എന്ന് പറയുന്നത് √(L²+B²), അതായത് √15² + 8² 289 വരും. അതിന്റെ വർഗ്ഗമൂലം 17. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ചതുരാകൃതിയിലുള്ള പുരയിടത്തിന്റെ നീളം 40 മീറ്റർ, വീതി 15 മീറ്റർ ആയാൽ അതിനു ചുറ്റും അകത്തായി 2.5 മീറ്റർ വീതിയിൽ ഒരു പാത നിർമ്മിച്ചാൽ പാതയുടെ വിസ്തീർണം എത്ര? ഇതാണ് ചതുരാകൃതിയിലുള്ള ഒരു പുരയിടം. അതിനുള്ളിൽ ഒരു പാത ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പാതയുടെ വിസ്തീർണമാണ് നമുക്ക് അറിയേണ്ടത്. ഇവിടെ പാതയുടെ വീതി 2.5 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെയും 2.5, ഇവിടെയും 2.5, അതുപോലെ ഇവിടെയും 2.5, ഇവിടെയും 2.5. അപ്പൊ ഈ ചെറിയ ചതുരത്തിന്റെ നീളം വലിയ ചതുരത്തിന്റെ നീളത്തിനേക്കാൾ 5 മീറ്റർ കുറവായിരിക്കും. രണ്ടു ഭാഗത്തും 2.5 വരുന്നു. അതുപോലെ വീതിയും 5 മീറ്റർ കുറവ് വരും. രണ്ട് സൈഡിലും 2.5 പോകുന്നത് കൊണ്ട്. അപ്പോൾ ഈ പാതയുടെ മാത്രം വിസ്തീർണം എന്ന് പറയുന്നത് വലിയ ചതുരത്തിന്റെ വിസ്തീർണം മൈനസ് ചെറിയ ചതുരത്തിന്റെ വിസ്തീർണമായിരിക്കും. വലിയ ചതുരത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് 40 × 15. ചെറിയ ചതുരത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് രണ്ടും 5 കുറയും. 35 × 10. അപ്പൊ നമുക്ക് കിട്ടുന്നത് 600 - 350 = 250. അതായത് നമ്മുടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഒരു സാമാന്തരികത്തിൽ ഒരു വശത്തിന്റെ നീളം 30 സെന്റിമീറ്റർ, അതിന്റെ എതിർ ശീർഷത്തിൽ നിന്നുള്ള ലംബ ദൂരം 15 സെന്റിമീറ്റർ ആയാൽ വിസ്തീർണം എത്ര? വിസ്തീർണം കാണാനുള്ള സൂത്രവാക്യം BH ആണ്. B എന്ന് പറയുന്ന ഒരു വശത്തിന്റെ നീളം, H ആ വശത്തേക്കുള്ള ഉന്നതി. അപ്പൊ വിസ്തീർണം എന്ന് പറയുന്നത് 30 × 15 = 450. ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ.